എവിടെയോ പോയി എന്തൊക്കെയോ ഒപ്പിച്ചിട്ട് ഒന്നും അറിയാൻ പാടില്ലാത്തതുപോലെ വന്ന് കിടക്കുന്നത് കണ്ടില്ലേ? ഉറങ്ങിയിട്ടൊന്നുമല്ല, ഉറങ്ങിയതായിട്ടുള്ള അഭിനയമാണ്. ഇപ്പൊ വിളിച്ചാ കാണും ഓസ്കാർ അവാർഡ് വീട്ടിൽ കൊണ്ടുവന്ന് തന്നിട്ട് പോകുന്ന രീതിയിലുള്ള അഭിനയം. വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ, വിഷ്ണുവേട്ടാ. വേറെ ആരുമല്ല, ഞാന് ശാലിനി. ഉറക്കപ്പിച്ചായതുകൊണ്ട് മനസ്സിലാവുന്നില്ലായിരിക്കും അല്ലേ? അത് എന്ത് മനുഷ്യന് ഉറങ്ങാനും പറ്റില്ല. മതി വിഷ്ണുവേട്ട അഭിനയം. വിഷ്ണുവേട്ടൻ ഈ പാതിരാത്രിയിൽ ആരെ കാണാൻ പോയതാ? ഞാൻ ഇവിടെ പോവാൻ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എവിടെ ഉണ്ടായിരുന്നാ? ഈ മുറിയിൽ ഉണ്ടായിരുന്നോ? ഈ മുറിയിൽ വിഷ്ണുവേട്ട ഉണ്ടായിരുന്നെങ്കിൽ ഈ രാത്രി ഞാൻ പുറത്തു പോയി അന്വേഷിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അതെന്താന്നറിയോ, രാത്രി കിടന്നിട്ട് ഉറക്കം വരാതെ ഞാൻ മുകളിലത്തെ അവിടെ പോയിട്ട് കാറ്റുള്ളായിരുന്നു. ഏത് മുകളില്? ടെറസിന്റെ മുകളിലേ. അവിടെ ആവുമ്പോ ഈ കാറ്റ് കൊണ്ടിട്ട് നക്ഷത്രം കണ്ട് കിടക്കാന്ന് വിചാരിച്ചു. ഇപ്പഴാകുമ്പോ പിന്നെ നല്ല തണുത്ത ഇളം കാറ്റാണെന്ന് വിചാരിച്ചു. ഈ പറയുന്നത് ഫുൾ പച്ചക്കള്ള. വിഷ്ണുവേട്ടൻ ഈ രാത്രിയിൽ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. ടെറസിന്റെ മുകളിലായിരുന്നെന്ന് വെറുതെ എന്നോട് കള്ളം പറയണ്ട. അവിടെ ആയിരുന്നെങ്കിൽ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ? അതെ, എന്നെ എങ്ങനെ ചോദ്യം ചെയ്യുമ്പോ എനിക്ക് തിരിച്ചു ചോദ്യം ചെയ്തൂടെ? അതെ, ഈ രാത്രി താനവിടെ പോയതാ? ആരെ കാണാൻ പോയതാ പറ. അല്ല, ഞാനിപ്പോ ഒരാളാന്ന് വിചാരിക്കാം. രാത്രി ഇപ്പൊ പുറത്തിറങ്ങി പോയിട്ട് ഒന്നും സംഭവിക്കാൻ പോണില്ല. അതെ, പക്ഷെ അതുപോലെയല്ല ഒരു പെൺകുട്ടി രാത്രി ഇറങ്ങിക്കഴിഞ്ഞാ. പിന്നെ ഇങ്ങനെ രാത്രി ഇറങ്ങുമ്പോഴേ നാട്ടിൽ പലരും സ്ത്രീകൾക്കും പല പേരും വിളിക്കും. അതല്ല, എന്റെ ഭാര്യനെ മറ്റുള്ളവർ മോശം പറയുന്നത് എനിക്ക് ഇഷ്ടല്ല. അതന്നെ. പിന്നെ ശാലിനി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മേലെ എന്റെ അനുവാദത്തില് രാത്രി പുറത്തിറങ്ങരുത്. പിന്നെ എന്റെ സ്വഭാവം അറിയേ, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്.